2024-25 ധനവർഷത്തേക്കുള്ള ബജറ്റിൽ ഈ വർഷത്തെ പദ്ധതി ചെലവുകൾക്കായി മാറ്റിവെക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയ തുക 38,886 കോടി രൂപയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ, അതായത് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ പരിശോധന, ഈ വളരെ കഴിഞ്ഞ അതായത് ഈ സെപ്റ്റംബറിൽ നടത്തിയ പരിശോധന, ആ പരിശോധനയിൽ കണ്ടെത്തിയത് വളരെ കുറച്ച് പദ്ധതികൾ മാത്രമേ തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളൂ. അടങ്കലിൻ്റെ, അതായത് 6 മാസം കൊണ്ട് ചെലവിട്ടത് 9,414 കോടിയാണ്. അതായത് 38,886 കോടിയിൽ നിന്ന് 9,414 കോടി രൂപ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. അത് മാത്രവുമല്ല, 1,127 പദ്ധതികൾ തുടങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. ഒരുപാട് പദ്ധതികൾക്ക് വേണ്ടിയാണ് ഇത്രയും തുക, ഈ 38,888 കോടി വകയിരുത്തിയത്. പക്ഷെ വകയിരുത്തിയ പദ്ധതികളിൽ 1,127 പദ്ധതികളെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ബാക്കി പദ്ധതികളിലേക്കാണ് ഈ നേരത്തെ ചൂണ്ടിക്കാട്ടിയ 9,414 കോടി ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പദ്ധതി നിർവഹണം പാളിപ്പോയതിൻ്റെ കാരണം നമുക്കറിയാം. ഏകദേശം 1 മാസം മുൻപാണ് പദ്ധതി വിഹിതം പകുതിയായി വെട്ടിക്കുറച്ചു. എന്ന് വെച്ചാൽ 38,888 കോടി ബജറ്റിൽ നീക്കിവെച്ചു. അതിൻ്റെ പകുതിയായിട്ട് വെട്ടിക്കുറച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50% വെട്ടിക്കുറച്ചു. അങ്ങനെ 50% വെട്ടിക്കുറച്ചു. വെട്ടിക്കുറയ്ക്കലൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടന സമയത്താണ് മനസ്സിലാകുന്നത് ഈ പറയപ്പെട്ട ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. വെട്ടിക്കുറച്ച് 50% വെട്ടിക്കുറച്ചു എന്ന് വെച്ചാൽ 50% ഫണ്ട് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. ആ 38,000-ന്റെ പകുതി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, മറ്റ് വകുപ്പുകൾക്ക് വേണ്ടിയൊന്നും പറയാനൊക്കില്ല. കാരണം ഈ വെട്ടിക്കുറയ്ക്കൽ എല്ലാ വകുപ്പുകളെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് 1,127 പദ്ധതികളിൽ തുടക്കം കുറിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആ തരത്തിലാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഒന്നാമത്തെ കാരണം ധനപ്രതിസന്ധി തന്നെ. നമുക്കറിയാം, കടുത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഓണം കഴിച്ചു കൂട്ടാൻ വേണ്ടി ഓണത്തിന് ഒരുപാട് സൗജന്യങ്ങളൊക്കെ ജീവനക്കാർക്കും എല്ലാവർക്കും കൊടുത്തു. പക്ഷേ അതുപോലെ സിവിൽ സപ്ലൈസിൻ്റെ വകയായിട്ട് ഒക്കെ അങ്ങനെ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി, സാധാരണക്കാരിലേക്ക് എത്താൻ വേണ്ടി വില കുറച്ച് 13 ഉൽപ്പന്നങ്ങൾ, അതിലെ 8-9 ഉൽപ്പന്നങ്ങളെങ്കിലും വില കുറഞ്ഞ രീതിയിൽ ഒക്കെ എത്തിച്ചു കൊടുത്തു. പക്ഷെ അതിനൊക്കെ വേണ്ടി കേന്ദ്രത്തിനോട് 24,000 കോടി കടമെടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്രം അത്രയും സമ്മതിച്ചില്ല. കേന്ദ്രം അനുവദിച്ചത്രയും കടമെടുത്തു. അതുകൂടാതെ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തു. അങ്ങനെ പല തരത്തിലും, അതുപോലെ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഒക്കെ കഴിഞ്ഞിരിക്കുക. ഓവർ ഡ്രാഫ്റ്റിലേക്കുള്ള ഈ ഒരു ക്വാർട്ടറിലെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കൽ, അതായത് ഡിസംബർ വരെ എടുക്കാവുന്ന ഓവർ ഡ്രാഫ്റ്റ് പോലും കഴിഞ്ഞ ഒരവസ്ഥയിൽ കേരളം എത്തി നിൽക്കുകയാണ്. അതുപോലെ കിഫ്ബി വഴിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതി വഴിയും ഒക്കെ കടമെടുക്കുന്നതിനെ ബജറ്റിനകത്തെ കടമാക്കി തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാറ്റി. അതും ഒരു തിരിച്ചടിയായി. അപ്പൊ അങ്ങനെ, അതായത് കടമെടുക്കൽ GSDPയുടെ 3% മാത്രമേ ആകാവൂ. അത് ബജറ്റിനകത്തെന്ന് പറഞ്ഞ് കടമെടുത്താലും ബജറ്റിന് പുറത്തുനിന്ന് പറഞ്ഞ് കടമെടുത്താലും ഏത് തരത്തിൽ കടമെടുത്താലും ആകെ കടം നമ്മുടെ GSDPയുടെ, അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% കൂടാൻ പാടില്ല. ആ കണക്കനുസരിച്ചാണ് ക്രമീകരണങ്ങളൊക്കെ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നടത്തി ധനപ്രതിസന്ധി വളരെ പ്രധാനമായിട്ട് ഒരു വശത്ത് നിൽക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാരണം. ഈ പദ്ധതിക്ക് വേണ്ടി പദ്ധതിയുടെ പകുതി വെട്ടിക്കുറച്ചതും, അത് കഴിഞ്ഞ് ലഭ്യമാക്കിയതിൽ തന്നെ 9,414 കോടിയെ ഇതുവരെ ചെലവഴിക്കാൻ പറ്റിയുള്ളൂ എന്ന് പറയണതും വകുപ്പിലേക്ക് പണം എത്തിയാലല്ലേ പറ്റുള്ളൂ. അപ്പൊ വകുപ്പിലേക്ക് പണം എത്തുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് പിന്നെ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലായ്മ. അപ്പം വകുപ്പുകൾ തമ്മിലൊക്കെ ഏകോപനം ഉണ്ടാകണമെങ്കിൽ ഈ വകുപ്പുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന കണ്ണുകൾ, ഇതൊക്കെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്ന് ഒക്കെ ചെയ്യേണ്ടതാണ്. അതും ഈ IAS ഓഫീസേഴ്സിന്റെ തലത്തിൽ എല്ലാ വകുപ്പുകൾക്കും, എൻ്റെ മനസ്സിലാക്കലനുസരിച്ചാണെങ്കിൽ 37 മറ്റ് വകുപ്പുകളുണ്ട്, പ്രധാന വകുപ്പുകൾ. ആ വകുപ്പുകളുടെ സബ് വകുപ്പുകളൊക്കെ അങ്ങനെ ചേർന്ന് 70-ലധികം വകുപ്പുകളുണ്ട്.
അപ്പൊ ഈ 37 വകുപ്പുകൾക്കും തീർച്ചയായിട്ടും ഓരോ IAS അതിന്റെ തലപ്പത്തുള്ളത്, അതിന്റെ ഡയറക്ടറായിട്ടുള്ളത്, പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി, അങ്ങനെ പോകുന്നു ഒരു പറ്റം. അപ്പൊ ഇവരെ എല്ലാവരെയും കൂടി അറ്റ്ലീസ്റ്റ് ഈ IAS തമ്മിലെങ്കിലും ഒരു ഏകോപനം വേണം. ഓരോ വകുപ്പിലും എന്ത് നടക്കുന്നു, അത് മറ്റു വകുപ്പുകളിൽ നടക്കുന്നതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് സംസ്ഥാനത്തിന്റെ പദ്ധതി പ്രവർത്തനവുമായിട്ട് അത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ജനക്ഷേമത്തിന് എങ്ങനെ ഉപകരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ അത് എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും, എങ്ങനെ അതിൻ്റെ അതായത് ഈ വിനിയോഗം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം വരത്തക്ക രീതിയിൽ ഓരോ പദ്ധതിയും എങ്ങനെ പുനർനിർവചിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ല സാമർഥ്യമുള്ള IAS ഓഫീസർമാർ തന്നെയാണ്. അതായത് IAS വലിയ റാങ്ക് കിട്ടുന്നവരാണ് സാധാരണ രീതിയിൽ കേരള കേഡറിൽ തന്നെ എത്തുന്നത്. അങ്ങനെ ഇല്ലാത്ത ചിലർ, വളരെ ചുരുക്കം പേർ മാത്രമാണ് മറ്റ് കേഡറുകളിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ മിടുക്കരായ IAS ഓഫീസർമാർ തലപ്പത്തിരിക്കുന്നു. അപ്പൊ അവർക്ക് മുൻപിൽ മുട്ടുകുത്താൻ രാഷ്ട്രീയക്കാർക്ക് താല്പര്യമില്ല. തന്നെയുമല്ല, നേരത്തെ തന്നെ ഈ LDF തന്നെ ഒരു വളരെ പ്രശസ്തനായ ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന ഒരു ആളുടെ ബന്ധു എന്നോട് പറഞ്ഞിട്ടുണ്ട്, LDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സഖാക്കളുടെ ഭരണമാണെന്ന്. പിന്നെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ സഖാക്കളാണ്. സഖാക്കൾ എന്ത് പറയുന്നു അതേ നടക്കുള്ളൂ, പ്ലാനിംഗ് ബോർഡിലാണെങ്കിലും മിനിസ്ട്രിയിലാണെങ്കിലും. ഇതാണ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സഖാക്കളുടെ ഭരണം മാറണം. IAS ഓഫീസുകാർ തൊട്ട് പിന്നെ ഉള്ളവരാണെങ്കിലോ ഈ പറയുന്ന പോലെ KAS കഴിഞ്ഞ് വന്ന മിടുക്കരുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും PSC കഴിഞ്ഞ് വന്നവരാണ്. പുറംവാതിൽ നിയമനം അല്ലാതെ ഗവൺമെന്റ് സർവീസിലുള്ള എല്ലാവരും, ഇവരൊക്കെ മിടുക്കരാണ്. അപ്പൊ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രാഗൽഭ്യ കുറവുണ്ടെങ്കിൽ അമേരിക്കയൊക്കെ ചെയ്യുന്നത് പോലെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ മിടുക്കരാക്കി തലപ്പത്തേക്ക്, അതായത് മിടുക്കിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്ന് കാര്യക്ഷമതയോടുകൂടി ഓരോ വകുപ്പും മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നത് കാര്യക്ഷമമാകൂ. ജനക്ഷേമത്തിന്, അതായത് എന്ത് കാര്യത്തിനാണ് ഒരു ചെലവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാര്യം സാധിച്ചു കിട്ടാൻ, അത് നന്നായി തന്നെ സാധിച്ചു കിട്ടാൻ ഈ തരത്തിലുള്ള കാര്യക്ഷമത അനിവാര്യമാണ്. അപ്പൊ ആ കാര്യക്ഷമത ആണ് ഇപ്പോ കേരള സംസ്ഥാന ഗവൺമെന്റിൽ ഇല്ലാത്തത്. കാരണം എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സഖാക്കളുടെ ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഖാക്കളുടെ ഭരണം നടക്കുന്നതിന് അന്ത്യം കുറിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട കേരളീയരെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കേരളവും വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തും. അപ്പം അങ്ങനെ അപ്പം നമ്മളിപ്പോൾ ഈ പദ്ധതി ചെലവുകളെ പറ്റി പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാസം മുൻപാണ് പദ്ധതി ചെലവിന് വേണ്ടി മാറ്റിവെച്ച 38,888 കോടിയുടെ പകുതിയാക്കി പദ്ധതി ചെലവ് വെട്ടിക്കുറച്ചു. നമ്മുടെ കേരളത്തിലെ ധനപ്രതിസന്ധി അത്ര രൂക്ഷമായതുകൊണ്ട്, അതായത് ഓണത്തിന്റെ ചെലവ് എല്ലാം കൂടി നടന്നു പോകില്ലെന്ന് വന്നപ്പോൾ പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച് അതിനുവേണ്ടി വകുപ്പുകളിലേക്ക് ഏൽപ്പിച്ചിരുന്ന ഫണ്ട് പോലും ഈ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അങ്ങനെ ഓണം സെലിബ്രേഷൻ നന്നായിട്ട് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോഴൊക്കെ നമുക്ക് ഈ പദ്ധതി ചെലവിന് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്നാലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടിയ ഫണ്ട് അവർ നന്നായി വിനിയോഗിച്ചു അത് എന്ന് പറയുന്നു. അപ്പോൾ ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് അവരുടെ പദ്ധതി ചെലവ് 36.6% എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ നന്നായി ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ബാക്കി ഫണ്ട് കൂടി, അതായത് അവരർഹിക്കുന്ന ഫണ്ട് അവർക്ക് കൃത്യമായി കിട്ടിയിരുന്നെങ്കിൽ, പദ്ധതി വിഹിതം കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറച്ചും കൂടി മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചേനെ. അതും പക്ഷേ ഇപ്പോൾ നടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ആലോചിച്ചു പോകുന്നത്, നമുക്ക് നികുതിയേതര വരുമാനം വഴി വരുന്ന റവന്യൂ വിഭവം അത് എവിടേക്ക് പോകുന്നു? അത് ആണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് പോലെ CAG ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്? വകമാറ്റി ചെലവഴിക്കുന്നു. വകമാറ്റി എന്നാണ് CAG പറയുന്നത്. വകമാറ്റി എങ്ങോട്ട് പോയി? കേസ് ആൻഡ് PR അവർക്ക് വേണ്ടേ? പണം കൊടുക്കണ്ടേ? ഈ കാണാവുന്ന PR വർക്കെല്ലാം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നതിന് മുഴുവൻ പണം കൊടുക്കണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള അനാവശ്യ ചെലവുകൾക്ക് വേണ്ടി, മുഖം മിനുക്കൽ പരിപാടിക്ക് വേണ്ടിയാണ് ഈ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന നികുതി വഴിയായിട്ടും നികുതിയേതര വരുമാനം വഴിയായിട്ടും സമാഹരിക്കുന്ന ഫണ്ട് വിനിയോഗിക്കുന്നത്. അങ്ങനെ വിനിയോഗിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്കറിയാം
മെഡിക്കൽ കോളേജ് 1000-ഓളം രോഗികൾ ഒരു ദിവസം വരുന്ന മെഡിക്കൽ SIT മാത്രം എടുത്താൽ മതി. 1000-ഓളം രോഗികൾ ഒരു ദിവസം സന്ദർശിക്കുന്ന, അതും SIT ശ്രീ ചിത്തര തിരുനാൾ ആശുപത്രി പ്രസവത്തിനും കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടിയുള്ള ആശുപത്രിയാണ്. 1000-ഓളം രോഗികൾ വരുന്ന ആശുപത്രിയിലാണ് 4 മണിക്കൂർ കറണ്ട് ഇല്ലാതിരുന്നത് എന്നോർക്കണം. അതും അതായത് ധനപ്രതിസന്ധി മൂലം വേണ്ട മെയിൻ്റനൻസ് ഓപ്പറേഷൻ നടത്താൻ പറ്റാത്തതിനാലാണ് 4 മണിക്കൂർ കറണ്ട് ഇല്ലാതെ ഇരിക്കേണ്ടി വന്നത് എന്നാണ് അവസാനത്തെ കണ്ടെത്തൽ. ആദ്യമൊക്കെ KSEBയെ പഴിച്ചു, അവിടുത്തെ PWD മെഡിക്കൽ കോളേജിന്റെ കാര്യം നോക്കുന്ന PWD വകുപ്പിനെ പഴിച്ചു, അവരെയൊക്കെ പുറത്താക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവസാനമാണ് ഈ കാര്യം മനസ്സിലാകുന്നത്. ധനപ്രതിസന്ധി മൂലം ഫണ്ട് ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്കറിയാം, മെഡിക്കൽ കോളേജിലെയും ജനറൽ ആശുപത്രികളിലെയും ഒക്കെ അവരുടെ ഫാർമസികളില്, മെഡിക്കൽ ഷോപ്പുകളിലോ ഒന്നും മരുന്ന് പോലുമില്ല. എന്തുകൊണ്ടാണ് മരുന്നില്ലാത്തത്? കുമിഞ്ഞുകൂടി കിടക്കുന്ന കുടിശ്ശിക, അതാണ്. അതുപോലെ മെഡിക്കൽ കോർപ്പറേഷന് എക്യുപ്മെന്റ്സ് ഇല്ല. എന്തുകൊണ്ട്? മെഡിക്കൽ കോർപ്പറേഷൻ എക്യുപ്മെന്റ്സ് മേടിച്ച കമ്പനികൾക്കൊക്കെ ഒരുപാട് കുടിശ്ശിക കൊടുക്കാൻ കിടക്കുകയാണ്. മരുന്നില്ല, ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയകൾ പോലും നടക്കുന്നില്ല. കയ്യുറ പോലും രോഗി വാങ്ങിച്ചു കൊടുത്താലേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് മെഡിക്കൽ കോളേജുകൾ തരം താണ് പോയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഓർക്കണം, കേരളം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്താണ് എന്ന് വിളക്കിക്കൊണ്ടിരിക്കുകയാണ്. പുരപ്പുറത്തു നിന്ന് വിളിച്ചു പറയുകയാണ് 1-ാം സ്ഥാനത്താണ്. ഈ 1-ാം സ്ഥാനത്തായിരിക്കുന്ന കേരളത്തിലാണ് മെഡിക്കൽ കോളേജിൽ ഇതുപോലെയുള്ള ദുർഗതിയിൽ കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ ധനപ്രതിസന്ധി, കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ധനപ്രതിസന്ധി ഇപ്പോൾ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഴുങ്ങി നമ്മൾ പോകാതിരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഓരോ തരത്തിലുള്ള കൊട്ടും ആയിട്ട് വരുന്നത്. അതായത് ഓരോ നിയന്ത്രണങ്ങൾ, 25,000 രൂപ കോടി കടം ചോദിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ചെറിയ ഭാഗം മാത്രം കടമെടുക്കാൻ അനുവദിക്കുക. പിന്നെ പക്ഷെ ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എടുക്കാവുന്നതൊക്കെ എടുത്ത് പോവുകയാണ് ഗവൺമെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ധനപ്രതിസന്ധി കാരണം കൊണ്ടും പിടിപ്പില്ലായ്മ, വകമാറ്റി ചെലവഴിക്കൽ, ഇതെല്ലാമാണ് ഈ പദ്ധതി ചെലവുകൾ എങ്ങും എത്താതെ നിൽക്കുന്നത്. ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ബജറ്റിൽ 2024-25 ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളൊക്കെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങും. കാരണം ഏട്ടിലെ പയ്യെ പുല്ല് തിന്നില്ല എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്.